നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റുനിൽക്കാൻ ത്രാണിയില്ല, എന്നിട്ടും ഇന്ത്യയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്ന പാകിസ്ഥാൻ. ഇപ്പോഴിതാ ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുതകൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന്റെ സ്ഥിതി പരമദയനീയമായിരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പീരങ്കി വെടിക്കോപ്പുകളുടെ അപകടകരമായ വിധം കുറഞ്ഞ ശേഖരമാണ് പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നത്. 4 ദിവസത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള പീരങ്കി വെടിയുണ്ടകൾ മാത്രമേ പാകിസ്ഥാന്റെ പക്കലുള്ളൂ. പല പീരങ്കികളും ഇപ്പോൾ തന്നെ പ്രവർത്തന സജ്ജമല്ല. വാർത്താ ഏജൻസിയായ NIA റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ഗൗരവമേറിയ ഒരു വാർത്ത. പാകിസ്ഥാൻ ആയുധ ഫാക്ടറികളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുന്നു. കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ അടുത്ത കാലത്ത് യുക്രൈന് തങ്ങളുടെ പക്കൽ ശേഖരമായുള്ള വെടിക്കോപ്പുകളൊക്കെ വിറ്റ് അത് പണമാക്കി മാറ്റി. പാകിസ്ഥാന്റെ യുദ്ധ കരുതൽ ശേഖരം പറ്റാൻ അതും ഇടവരുത്തി. പാകിസ്ഥാന്റെ വെടിക്കോപ്പ് കരുതൽ ശേഖരം പരിശോധിച്ച പ്രതിരോധ മന്ത്രാലയം ഞെട്ടി. വെറും 96 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള വെടിക്കോപ്പുകൾ മാത്രമേ തങ്ങളുടെ പക്കലുള്ളൂ. M109 ഹോവിസ്റ്ററുകൾക്ക് മതിയായ 155mm ഷെല്ലുകളോ BM-21 സിസ്റ്റങ്ങൾക്കുള്ള 122M റോക്കറ്റുകളോ ഇല്ലാത്ത സൈന്യത്തിന്റെ പ്രതിരോധശേഷി ഏറെ തകർന്നുപോയി. മറ്റു ചില റിപ്പോർട്ടുകൾ ANI നൽകുന്നു. 2025 ഏപ്രിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ചില പോസ്റ്റുകൾ ഉയർത്തിയാണ് ANIയുടെ റിപ്പോർട്ട്. പാകിസ്ഥാന്റെ പീരങ്കി കേന്ദ്രീകൃത തന്ത്രത്തിന് നിർണായകമായ 155mm പീരങ്കി വെടിയുണ്ടകൾ യുക്രൈനിലേക്ക് കയറ്റി അയച്ചു വൻതോതിൽ. ഇതിപ്പോൾ വെടിയുണ്ടകളുടെ സ്റ്റോക്ക് അപര്യാപ്തമാക്കി. പീരങ്കികളെയും കവചിത യൂണിറ്റുകളെയും പ്രധാനമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക തയ്യാറെടുപ്പിനെ വെടിയുണ്ടകളുടെ കുറവ് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക നേതൃത്വം ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണെന്നും ഉത്കണ്ഠാകുലരാണെന്നും റിപ്പോർട്ടുകൾ ശക്തമാണ്. 2025 മെയ് 2 നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡേഴ്സ് കോൺഫറൻസിൽ മറ്റു വിഷയങ്ങൾക്കൊപ്പം ഈ വിഷയം പരിഗണിച്ചു. അപര്യാപ്തമായ വെടിയുണ്ടകൾ മാത്രമല്ല, ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും വിഷയമാകും എന്ന പരിഭ്രമം പാകിസ്ഥാനുണ്ട്. ഉയർന്ന പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന കടം, വിദേശ കറൻസി കരുതൽ ശേഖരം കുറയൽ എന്നിവയൊക്കെ പാകിസ്ഥാനെ പരിഭ്രമത്തിലാഴ്ത്തുന്നു. ഭീകരാക്രമണത്തിൽ ഏതു നിമിഷം വേണമെങ്കിലും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ ഇതിനിടയിൽ ചില നമ്പറുകളുമായി കളത്തിലിറങ്ങി. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ കുറെ ആളില്ലാ വിമാനങ്ങളോ ഡ്രോണുകളോ അവരുടെ പക്കലുണ്ട്. ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയം നിമിത്തം ഇക്കഴിഞ്ഞ ദിവസം ചില ഡ്രോണുകൾ അവർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പറത്തി. പഞ്ചാബ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ പരിശോധനയിൽ ഭാരക്കുറവുള്ള DJI മാവ്രിക് ഡ്രോണുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ഡ്രോണുകൾ എങ്ങനെ തകർന്നു താഴെ വീണു എന്ന് പരിശോധിച്ചപ്പോഴാണ് ചിരിപൊട്ടുന്ന തരത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉയർന്നു കണ്ടത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തിയ ചൈനീസ് ഡ്രോണുകളാണ് തകർത്തു വീണത് എന്ന് സൈന്യം കണ്ടെത്തി. വില കുറഞ്ഞതും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതുമായ ചെറിയ ഡ്രോണുകൾ. ഇത് പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിർത്തിയിൽ നിന്നുള്ള ലഹരി വസ്തുക്കളും ആയുധങ്ങളും കടത്തുന്ന ചാര ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അത്യാധുനിക ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ജാമറുകൾ അതിശക്തമായി പ്രവർത്തിക്കുന്നവയാണ് എന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ട്. ഇതിന്റെ ഫലമായി സിഗ്നലുകൾ നഷ്ടപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു ഈ ഡ്രോണുകൾ. പാകിസ്ഥാനുമായി 553 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിന്റെ സുരക്ഷാ ചുമതലയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. 2025 ഏപ്രിൽ 30 മുൻപ് ഏകദേശം 35ഓളം ഡ്രോണുകൾ ഇന്ത്യയുടെ BSF വെടിവെച്ചിട്ടു. ചൈനീസ് ഡ്രോണുകളുടെ ഈ ഭീഷണി നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുകയായിരുന്നു ഇന്ത്യ. ഇതിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര 64 മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള സംവിധാനമാണ്. ഈ മൊബൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോം ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തത്. ശത്രുക്കളെ അയക്കുന്ന ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാൻ ഇന്ത്യയുടെ സംവിധാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഭാർഗവാസ്ത്രയെ ഭയന്നു കഴിയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഡ്രോണുകളെ നശിപ്പിക്കാതെ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന സംവിധാനം. വിവിധ ഭൂപ്രദേശങ്ങളിലും 5000 മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം
എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഡ്രോൺ സംവിധാനങ്ങളെ തകർക്കും. കുറഞ്ഞ റഡാർ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഈ ഭാർഗവാസ്ത്ര സംവിധാനത്തിന് കഴിയും. ഡ്രോണുകളെ കൂട്ടമായി നിർവീര്യമാക്കാൻ ഈ സംവിധാനം ശക്തമാണ് എന്ന് ഇന്ത്യ കരുതുന്നു. ഇതുവരെ വിജയകരമായ നിരവധി ഓപ്പറേഷനുകളാണ് ഇന്ത്യ നടത്തിയത്. ചുരുക്കത്തിൽ പല തലങ്ങളിൽ പാകിസ്ഥാൻ ഭയപ്പെട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാക് മന്ത്രി ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും എന്ന ഭീഷണി വരെ അറ്റകൈയായി മുഴക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി പ്രതീക്ഷിച്ചു കഴിയുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ആയുധ കരുതൽ ശേഖരമില്ലായ്മ കണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.